സാബുങ്ങളെ, ഈ സ്വപ്നം എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അമ്മയോട് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞത് നമ്മൾ എന്തിനെ കുറിച്ചാണ് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതിനെ കുറിച്ചായിരിക്കും നമ്മൾ അന്ന് സ്വപ്നം കാണുന്നത്. ഇത് പറഞ്ഞു തീർന്നതും അമ്മ മൂടി എന്നോട് പറയാ, മോളെ അപ്പൂപ്പന്റെ തലയിൽ ചക്ക വീഴുന്ന അമ്മാമ്മ ഇന്നലെ സ്വപ്നത്തിലുണ്ട്. അപ്പൊ ഞാൻ അമ്മാമ്മയോട് പറഞ്ഞു, ഓഹോ, അപ്പ അമ്മാമ്മ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അപ്പൂപ്പന്റെ തലയിൽ ചക്ക വീഴുന്നതിനെ കുറിച്ചാണല്ലേ. അപ്പൊ അമ്മാമ്മയോട് ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിനെ കുറിച്ച് അമ്മാമ്മയോടും പറഞ്ഞു. ഞാൻ അമ്മാമ്മയോട് പറഞ്ഞു, അമ്മാമ്മ ഞാനുണ്ടല്ലോ ഒരു പാമ്പിന്റെ പൊത്തിൽ കൈയിട്ടിട്ട് ഒരു വലിയ പാമ്പിനെ കൈ കൊണ്ടെടുക്കുന്ന ഇന്നലെ സ്വപ്നത്തിലുണ്ടോ അമ്മാമ്മേ. അപ്പൊ അമ്മാമ്മ എന്നോട് പറഞ്ഞു, എടി ദുഷ്ടത്തി, അപ്പൊ നീയാണല്ലോ ഉറക്കത്തിൽ എന്റെ നാക്കിൽ പിടിച്ചു വലിച്ചത്. അപ്പൊ അമ്മാമ്മ പറഞ്ഞു, ഇനി മുതൽ അപ്പൂപ്പന്റെ റൂമിൽ ഇടന്നാ മതി. അപ്പൊ അപ്പൂപ്പ എന്നോട് പറഞ്ഞു, എന്റെ പൊന്നു മോളെ, എനിക്ക് കുറച്ചു നാളും കൂടെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്. നീ ഇന്ന് പാമ്പിനെ എടുക്കുന്ന സ്വപ്നം കണ്ട് നാളെ എങ്ങാനും നീ പാമ്പിനെ തല്ലിക്കൊല്ലുന്ന സ്വപ്നം കണ്ട എന്റെ ഈശ്വര, എന്റെ കാര്യം പോക്ക. അപ്പൊ ഞാൻ എൻ്റെ ഇറക്കം പതിയെ അമ്മയടുത്തേക്ക് ആക്കി. അപ്പോഴും അമ്മാമ്മ എന്നോട് പറയുന്നത്, മോളെ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിച്ചോണ്ട് നടന്നാലേ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ പറ്റും അമ്മാമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ദിവസം ചിന്തിക്കുന്നത് ഇന്ന് KFC കഴിക്കണോ, ചിക്കൻ പപ്കോൺ കഴിക്കണോ, ചിക്കൻ ബർഗർ കഴിക്കണോ എന്നൊക്കെയാണ്. അങ്ങനെ അമ്മാമ്മ പറഞ്ഞതനുസരിച്ച് ഇത് ആലോചിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. രാവിലെ ഉറക്കമൊക്കെ ഞാൻ എണീറ്റ് നോക്കിയപ്പോ അമ്മയുടെ കൈ കെട്ടി വെച്ചിരിക്കുന്ന കണ്ടു. എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ പതിയെ അമ്മാമ്മ തന്നിട്ട് ചോദിച്ചു, എന്താ അമ്മാമ്മ അമ്മയുടെ കൈക്ക് പറ്റിയേ? അപ്പൊ അമ്മാമ്മ പറഞ്ഞു, നീ രാത്രി ചിക്കൻ പോപ്കോൺ സ്വപ്നം കണ്ടില്ലേ, നീ ചിക്കൻ പോപ്കോൺ ആണെന്ന് പറഞ്ഞു അവളുടെ വിരലാ കടിച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ പതിയെ അമ്മയുടെ തന്നിട്ട് പറഞ്ഞേ, എന്താ സോറി അമ്മ, എന്താ സോറി. ഭാഗ്യത്തിന് അമ്മ എന്നെയൊന്നും പറഞ്ഞില്ല. അമ്മയും അമ്മാമ്മ എന്നെ കൂടെ കടത്തില്ല, അതൊക്കെ. പക്ഷെ അപ്പൂപ്പനെങ്കിലും എന്നെ കൂടെ കടത്തുമെന്ന് ഞാൻ വിചാരിച്ചു. സ്വപ്നം കാണലായിരുന്നു കിടപ്പാടും ഇഷ്ടപ്പെട്ട ലോകത്തെ ആദ്യത്തെ കുട്ടിയാണ് ഞാൻ. ഇവ ആരും എന്നെ കൂടെ കടത്താത്തോണ്ട് ഞാൻ എന്റെ ടെഡി ബെയറിന്റെ ഒപ്പം കിടക്കുന്നത്. അമ്മ കൈ പിടിച്ചു വലിച്ചാലും നാക്കി പിടിച്ചടിച്ചാലും ആരും പരാതി ഒന്നും പറയില്ലല്ലോ. ടെഡി ബെയറിന് ജീവനില്ലാത്തത് ഭാഗ്യം. പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോ അമ്മ എന്റെ ടെഡി ബെയറിനെ ശരിക്കും കഴുകിയിടുന്നുണ്ട്. എന്നെ കണ്ടപ്പോ അമ്മ എന്നോട് ചോദിച്ചു, മിമു നീ ഇന്നലെ രാത്രി എന്ത് സ്വപ്നം കണ്ടേ? അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി ഞാനും ബട്ടർഫ്ലൈസ് ഒക്കെ ചേർന്ന് ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന സ്വപ്നം കണ്ടായിരുന്നു. ചെടിക്ക് വെള്ളം ഒഴിച്ചില്ലായിരുന്നല്ലേ അമ്മ? അപ്പൊ ബാക്കിൽ നിന്ന് അപ്പൂപ്പൻ പറഞ്ഞു, ഇവിടെ അടുത്തുനിന്ന് എന്നെ മാറ്റിക്കിടത്തിയത് ഭാഗ്യം, ഇല്ലെങ്കിൽ എന്റെ തലയിലായിരുന്നു. അപ്പൂപ്പൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്റെ തലയിലായിരുന്നു. അപ്പൂപ്പൻ പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു, മോളെ ഓടിവാ, ഒരു കാര്യം കാണിച്ചതെന്ന് പറഞ്ഞ് അമ്മാമ്മയുടെ റൂമിലേക്ക് കൊണ്ട്. ഞാൻ നോക്കിയപ്പോ അമ്മാമ്മ ഉറക്കത്തില് എന്നോട് പറയാ, മിമു അങ്ങനെ പറയല്ലേ, മിമു അങ്ങനെ പറഞ്ഞവർക്ക് മനസ്സിലാകത്തില്ല, മിമു നേരെ പറ മിമു എന്നൊക്കെ പറഞ്ഞ് ഉറക്കത്തില് പറയാ. എനിക്ക് അപ്പോഴേ മനസ്സിലായി അമ്മാമ്മനെ സ്റ്റാൻഡപ്പ് പറയുന്നത് തന്നെ സ്വപ്നം കാണുന്നത്. കുറെ സമയമായി. എന്നിട്ടും അമ്മാമ്മ ഇത് നിർത്തുന്നില്ല. ഇത് കണ്ട് ദേഷ്യം വന്നപ്പോ അപ്പൻ എന്ത് ചെയ്തു, ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അമ്മാമ്മയുടെ തലവഴി വെച്ചു കൊടുത്തു. അമ്മാമ്മ ഒന്നും നോക്കില്ല. ഉറക്കത്തിൽ തന്നെ എണീറ്റ് നിന്നിട്ട് തലയൊന്ന് ഒഴുക്കിയിട്ട് വെള്ളം തുപ്പിക്കളഞ്ഞിട്ട് ഉറക്കത്തിൽ എന്നോട് പറയാ, ഞാൻ അപ്പോഴേ മിമുവിനോട് പറഞ്ഞതല്ലേ, നന്നായിട്ട് പറഞ്ഞില്ലെങ്കിൽ തലയിൽ സ്ലൈം വീഴുമെന്ന്. ഇപ്പൊ എന്തായി? ഹലോ, സ്വപ്നം കാണുവാണോ? മതി, കഴിഞ്ഞു.